അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്ക സൈന്യം അബവായിൽ നിന്ന് ഇറങ്ങി വാദി അഖീഖിലെത്തി. വാദി അഖീഖിൽ നിന്ന് അവർ നേരെ വലത്തോട്ട് വെച്ച് പിടിച്ചു. നേരെ വലത്തോട്ട് പോയാൽ അവർ എത്തിച്ചേരുക ഉഹദ് പർവ്വതത്തിൻ്റെ താഴ്വാരത്താണ്. അവിടെ ഐനൈൻ എന്ന ഒരു സ്ഥലമുണ്ട്. പ്രാദേശികമായി വിളിക്കുന്ന ഒരു പേരാണ്. ഇപ്പോൾ അങ്ങനെ ഒരു പേര് നമുക്ക് കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല. അവിടെയാണ് അവരെത്തിയത്. അവിടെ മക്ക സൈന്യം തമ്പടിച്ചു. അന്നത്തെ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. ഹിജറ 3-ാം വർഷം ശവ്വാൽ മാസം 6-ാം തീയതി വെള്ളിയാഴ്ച. മദീനയുടെ വടക്ക് ഭാഗത്താണ് ഉഹദ് പർവ്വതമുള്ളത്. അതിൻ്റെ താഴെയാണ് മക്ക സേന വന്ന് തമ്പടിച്ചിരിക്കുന്നത്. ഈ വിവരം മദീനയിലെത്തി. മദീനയിലേക്ക് വലിയ ദൂരമൊന്നുമില്ല ഉഹദിൽ നിന്ന്. വെള്ളിയാഴ്ചയായതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ തന്നെ പ്രമുഖരായ സഹാബിവര്യന്മാരുടെ ഒരടിയന്തര കൂടിയാലോചന യോഗം ചേർന്നു. മക്ക സൈന്യത്തെ സംബന്ധിച്ചും അവരുടെ സൈനിക ശേഷിയെ സംബന്ധിച്ചും അവരോടൊപ്പമുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട യോദ്ധാക്കന്മാരുടെ ഭടന്മാരുടെ വിവരങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ കണിശമായ വിവരം തന്നെ ഇതിനകം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ച് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മുടെ യുദ്ധതന്ത്രം സ്ട്രാറ്റജി രൂപപ്പെടുത്തുവാൻ ഈ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വേണം എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം. ആ വിഷയം സഹാബി സൈനികരുമായി ചർച്ച ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിനിടെ മറ്റൊരു സംഭവമുണ്ടായി. അത് തലേന്ന് വ്യാഴാഴ്ച രാത്രി, അതായത് വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു സ്വപ്ന ദർശനമുണ്ടായി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിചിത്രമായൊരു സ്വപ്നമായിരുന്നു അത്. ഏതൊക്കെയോ കുറേ അർത്ഥങ്ങൾ, കുറേ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വപ്നമായിരുന്നു അത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ യോഗത്തിൽ ആദ്യം തന്നെ അവതരിപ്പിച്ചത് ആ സ്വപ്നത്തെക്കുറിച്ചുള്ള വിവരമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കാണുകയുണ്ടായി. സ്വപ്നം മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഭയപ്പെടാനൊന്നുമില്ല. ആശങ്കകൾക്കോ ആധികൾക്കോ ഒന്നും യാതൊരു കാര്യവുമില്ല. അതേസമയം ഒരല്പം വിചിത്രമാണ് സ്വപ്നം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വപ്നം വിശദീകരിച്ചു കൊടുത്തു. ഒരു മാടിനെ അറക്കപ്പെടുന്നതായിട്ടാണ് സ്വപ്നത്തിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ കണ്ടത്. മറ്റൊരു ഭാഗത്ത് ഞാൻ കണ്ടത് എൻ്റെ വാളിൻ്റെ തുമ്പിൽ രക്തത്തിൻ്റെ പാട് പതിഞ്ഞു കിടക്കുന്നതാണ് കണ്ടത്. മാത്രമല്ല, മൂന്നാമത്തേത്, ഞാൻ എൻ്റെ കൈ വളരെ ഭദ്രവും അതിലേറെ സുരക്ഷിതവുമായ ഒരു പടയങ്കിയുടെ ഉള്ളിൽ സംരക്ഷിച്ചതായിട്ടും ഞാൻ ഈ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഏതായിരുന്നാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റേതായ ഒരു വ്യാഖ്യാനവും ഒപ്പം തന്നെ പറഞ്ഞു കൊടുത്തു. ഒന്നാമത്തെ കാര്യം, മാടിനെ അറക്കുന്ന രംഗമുണ്ടല്ലോ, അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അനുയായികളായ സഹാബി സഖാക്കളിൽ നിന്ന് ഏതാനും പേർക്ക് ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ്. എൻ്റെ വാളിൻ്റെ തുമ്പിൽ കാണുന്ന
അല്ലെങ്കിൽ കണ്ട രക്തത്തിൻ്റെ പാടുണ്ടല്ലോ, അത് എൻ്റെ കുടുംബത്തിലെ ഏതോ ഒരു പ്രധാനിക്ക് വരാനിരിക്കുന്ന ആപത്തുകളിലേക്കുള്ള സൂചനയാണ്. അതേസമയം ഞാൻ എൻ്റെ കരം ഒരു പടയങ്കിക്കുള്ളിൽ സംരക്ഷിതമായി രക്ഷപ്പെട്ട ആ രംഗം, അത് ആത്യന്തികമായി മദീന ഈ യുദ്ധത്തിൽ വിജയിക്കും, സുരക്ഷിതമാകും എന്നതുമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തു. ഈ സ്വപ്നം കണ്ട വിവരവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ടിരിക്കുകയല്ലാതെ സഹാബീവരന്മാർക്ക് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവരതെല്ലാം കേട്ടു. പക്ഷെ അതൊരു വലിയ ചർച്ചയിലേക്കൊന്നും ആ സന്ദർഭത്തിൽ പോയില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ തൻ്റെ അഭിപ്രായം പറഞ്ഞു. എൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇപ്പോൾ ശത്രുക്കൾ വടക്കൻ മദീനയിലെ ഉഹദ് പർവ്വതത്തിൻ്റെ താഴ്വാരത്ത് തമ്പടിച്ചിട്ടുണ്ട്. നമ്മൾ അവരുടെ മുമ്പിലേക്ക് അങ്ങോട്ട് പോകേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. മറിച്ച് അവർ അവിടെ നിന്ന് മദീനയിലേക്ക് ഇരച്ചു കയറുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മദീനയിലെ ഇടവഴികളിലിട്ടും പ്രവേശന കവാടങ്ങളിലിട്ടും അവരെ നേരിട്ട് തോൽപ്പിക്കാം, അവരെ കശാപ്പ് ചെയ്യാം. അതാണ് എൻ്റെ അഭിപ്രായം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് തൻ്റെ മുമ്പിലിരിക്കുന്ന സഹാബി സൈനികരിലെ പ്രധാനികളുടെ മുഖത്തേക്ക് നോക്കി. പരിശുദ്ധമായ കണ്ണുകൾ സഹാബിമാരിൽ വട്ടമിട്ടപ്പോൾ ഒരാൾ കൈ ഉയർത്തി എഴുന്നേറ്റ് നിന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.